കിണറ്റിൽ പുലി വീണിരിക്കുകയാണ്. കൊടുവലത്തെ സ്വകാര്യ വ്യക്തിയുടെ കവുങ്ങിൻ തോട്ടത്തിലെ കിണറ്റിലാണ് പുലി വീണത്. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് സംഭവം. ഇപ്പോൾ സ്വാഭാവികമായും 7 മണിയാകാൻ പോവുകയാണ്. വെളിച്ചം കുറഞ്ഞു വരികയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ എത്തും. എങ്ങനെയായിരിക്കും ഈ പുലിയെ പുറത്തേക്ക് എത്തുക എന്നുള്ളത് അതിനുശേഷമായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ഇപ്പോൾ തന്നെ ആ പ്രദേശത്ത്, ആ മേഖലയിൽ ആളുകൾ തടിച്ചുകൂടുന്നുണ്ട്. പ്രദേശവാസികളൊക്കെ പുലി കിണറ്റിൽ വീണു എന്ന വാർത്ത കേട്ട് കാണാൻ വേണ്ടി അവിടേക്ക് എത്തുന്നുണ്ട്. സാരംഗ സുരേഷ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാരംഗ, വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയോ? വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ മയക്കുവെടി വെക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് ഇനി കൃത്യമായ വിവരം ലഭിക്കേണ്ടതായുള്ളത്. കാരണം ഇനി പുലി ഒരു പക്ഷേ അക്രമാസക്തനാവാനുള്ള സാധ്യതയൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ പുലി ഒരു പക്ഷേ മയക്കുവെടി വെച്ചായിരിക്കും വല ഉപയോഗിച്ച് മുകളിലേക്ക് കയറ്റേണ്ടി വരിക. കാരണം എത്ര പരിശീലനം ലഭിച്ച ആറാട്ടി വളണ്ടിയർമാരാണെങ്കിലും ഇത്തരത്തിൽ പുലി അക്രമാസക്തമാവുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാത്രമല്ല അത്രത്തോളം വലിയൊരു ആൾക്കൂട്ടം അവിടെയുണ്ട്. പുലി കിണറ്റിൽ വീട് എന്നറിഞ്ഞ് സമീപ പ്രദേശങ്ങളിൽ നിന്നൊക്കെ തന്നെ വലിയൊരു ആൾക്കൂട്ടം അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആളുകൾക്കൊന്നും തന്നെ വലിയ പ്രയാസം. ഇത് ഇന്നിപ്പോ ഒരു 5:30 മണിയോടുകൂടെ വന്ന് ഒരു വെള്ളം വരാത്തോണ്ട്, ഇവിടെ കിണറിന്ന് വെള്ളം വരാത്തോണ്ട് വന്ന് നോക്കിയതാണ്. അപ്പോൾ നോക്കുമ്പോഴേക്ക് പിന്നെ ഇതിലിങ്ങനെ പൈപ്പിൽ തൂങ്ങി ഇങ്ങനെ കടിച്ച് നിൽക്കുന്ന സംഭവം കണ്ട്. അപ്പം അങ്ങനെ വന്ന് നോക്കുമ്പോഴേക്കാണ് ഈ കണ്ടത്. അങ്ങനെയാണ് നാട്ടുകാരെ അറിയിച്ച് നോക്കുമ്പോഴേക്കാണ് ഇത് പുലിയാന്നില്ല സംഭവം മനസ്സിലായത്. അല്ല, എനിക്ക് 2 ദിവസം എൻ്റെ വീട് എൻ്റെ തൊട്ടടുത്താണ്, ഇതിൻ്റെ മുകളിലാണ് എൻ്റെ വീട്. ആ സമയത്ത് 2 ദിവസമായി ഗർജനമൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പൂച്ചയൊക്കെ വീട്ടിലേക്ക് വരുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു വേറെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും, നായോ അങ്ങനെ എന്തെങ്കിലും കുറുക്കന് ഒരുപാടുണ്ട്, അപ്പോൾ അതിൻ്റെ ഒന്ന് ശല്യം കൊണ്ടായിരിക്കും വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ ഈ പുലി ഇവിടെ വരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഇത് ഭയങ്കര ഒരു ഇതായിരുന്നു. ഇപ്പോൾ ഇത് വന്നു പറയുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു അത്ഭുതമായിരുന്നു. ഈ ഭാഗത്ത് ഇതുവരെ വരാത്തൊരവസ്ഥയായിരുന്നു ഇത്. ഭയങ്കര ഞങ്ങൾ ഇത് കണ്ടിട്ടാകുമ്പോൾ ഭയങ്കര അത്ഭുതപ്പെട്ടു ഈ സംഭവം. അല്ല, കഴിഞ്ഞ വർഷം തന്നെ ഇവിടെ പുലി വരുന്നുണ്ടെന്ന് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് കയറിയിട്ട് പിന്നെ കൊടവലത്ത് വഴി നെല്ലിത്തറ വഴി അങ്ങോട്ട് പോയി എന്നാണ് പറഞ്ഞു കേട്ടത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ. ഇപ്പോൾ കുറേ ആൾക്കാർ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ലൈവായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇപ്രാവശ്യമായിട്ട് ആദ്യമായിട്ടാണ്. ഇവരിപ്പോൾ ഞാൻ റബ്ബർ ടാപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് രാവിലെ റബ്ബർ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ റോളർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടുണ്ട്. എന്നിട്ട് ഞാൻ കൂടെ ചെത്തുന്ന ആളോട് ചോദിച്ചു, റോളർ എന്താ കറങ്ങുന്നത്, നീ സീറ്റ് അടിക്കുന്നുണ്ടോ ചോദിച്ചു ഗോപിയോട്. ഇല്ലല്ലോ, സീറ്റ് അടിക്കുന്നില്ല. ഞാൻ ടോർച്ച് അടിച്ച് നോക്കി. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് റോളറിന്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. മഴയൊന്നും കൊള്ളൂല, മഴയല്ലേ രാവിലെ. എന്നിട്ട് മഴ കൊള്ളാൻ റോളറിൽ കയറി ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ സൗണ്ട് കടാ സൗണ്ട് വരുന്നു. ഒരു സംശയം അവിടെ നിന്നോന്നത്. ഫോറസ്റ്റ് സ്റ്റാർ വന്നിട്ടുണ്ട്, എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരും വന്നിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് കാര്യങ്ങളിലെ സന്നിധാനം ഇപ്പോൾ ചെയ്യുന്നുണ്ട്. നമ്മൾ അവിടെ നിന്നുള്ള പ്രദേശവാസികളുടെ പ്രതികരണങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് നിന്നുള്ള കാഴ്ചയാണ്, കാസർഗോഡ് പുല്ലൂരിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിപ്പോൾ ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഈ കിണറ്റിൽ, സ്വകാര്യ വ്യക്തിയുടെ കവുങ്ങിൻ തോട്ടത്തിലെ കിണറ്റിൽ ഈ പുലി വീണത്. വലിയൊരു ശബ്ദം കേട്ടു. അങ്ങനെയാണ് പ്രദേശവാസികൾ വന്ന് നോക്കുമ്പോഴാണ് ആ കിണറ്റിൽ പുലിയെ കാണുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. പുലിയെ പുറത്തെത്തിക്കാനുള്ള, എങ്ങനെയാണ് പുറത്തെത്തിക്കേണ്ടത്, അതിന്റെ ആക്ഷൻ പ്ലാൻ ഇപ്പോൾ രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.